കരസേനാ മുൻ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തക വിവാദത്തിൽ പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിനെ ചോദ്യം ചെയ്യുകയാണ് ദില്ലി പോലീസ്. അനുമതി ലഭിക്കും മുമ്പ് പുസ്തകം വിദേശ വിപണിയിൽ എത്തിയിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചോർച്ചയ്ക്ക് പിന്നിൽ സംഘടിത നീക്കമുണ്ടായെന്നാണ് പോലീസിന്റെ നിഗമനം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി പ്രസിദ്ധീകരിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന പ്രസാധകരായ പെൻഗ്വിന്റെയും മുൻ കരസേന മേധാവി എം നരവനെയുടെയും വാദം പൊളിയുകയാണ്. ആവശ്യമായ അനുമതി ലഭിക്കുന്നതിന് മുൻപ് വിദേശ വിപണികളിൽ പുസ്തകമെത്തിയെന്ന് ദില്ലി പോലീസ് കണ്ടെത്തി. പകർപ്പ് ആദ്യമെത്തിയത് വിദേശ വെബ്സൈറ്റുകളിലാണ്. US, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈൻ വിൽപ്പന നടന്നു. ഉള്ളടക്കം പിന്നീട് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെട്ടു. അമേരിക്ക, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആമസോണിൽ നിന്നാണ് പുസ്തകം വാങ്ങിയത് എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം ശരിവെക്കുന്നത് കൂടിയാണ് പുതിയ കണ്ടെത്തലുകൾ. വിവാദ പുസ്തകവുമായി ബന്ധപ്പെട്ട 2 മണിക്കൂർ പെൻഗ്വിൻ ബുക്സ് അധികൃതരെ ദില്ലി പോലീസ് ചോദ്യം ചെയ്തു. സൈനികർക്ക് പുസ്തകം എഴുതാൻ പുതിയ മാർഗനിർദ്ദേശം തയ്യാറാക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് പാലിക്കേണ്ട പ്രക്രിയ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തും. നിലവിൽ സൈനികരുടെ പുസ്തകങ്ങൾക്ക് മാത്രമായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളില്ല. റിപ്പോർട്ടർ, ദില്ലി.